മഞ്ഞും ഉണ്ടായിരുന്നു, കാണുന്നില്ലായിരുന്നു. പെട്ടെന്ന് ചെന്നുപോയി, ആന അടിച്ച് വണ്ടി തട്ടിയിട്ടു. അപ്പോൾ അവൻ എഴുന്നേറ്റ് ഓടി, അവളെ എഴുന്നേറ്റ് ഓടാൻ നിൽക്കുമ്പോഴത്തേക്ക് ആന തുമ്പിക്കൈ പിടിച്ചടിച്ചു. രണ്ടാനയായിരുന്നു. ഒരാനയെ ഇവരെ നല്ലോണം ഉപദ്രവിച്ച് ഭർത്താവ് രക്ഷപ്പെട്ടു, ഇവർ ആ സ്പോട്ടിൽ വെച്ച് മരിച്ചു. സംസ്ഥാന ഗവൺമെന്റിനോട് ചോദിക്കുമ്പോൾ അവർ പറയും കേന്ദ്രമാണെന്ന് പറയും, കേന്ദ്രത്തോട് ചോദിക്കുമ്പോൾ പറയും കേരളമാണെന്ന് പറയും. രണ്ടു കുട്ടികളോട് ഒന്നും ചോദിക്കാൻ നമുക്ക് സൗകര്യമില്ല, ചോദിച്ചാൽ അവർ പറയും ജീവനാണ്. ഒരു മകളെ പ്രസവിച്ച് കിടക്കുമ്പോൾ ജോലിക്ക് പോകാൻ അത്രയും ഗത്യന്തരമില്ലാതെ അന്നത്തിന് വേണ്ടി ജോലിക്ക് പോകുന്ന ഭാര്യയും ഭർത്താവും കൂടെ. അപ്പോഴാണ് ഇത് കാണുന്നത്. രാവിലെ 6 മണി, വൈകുന്നേരം 6 മണി ആയില്ല, ആള് പോയില്ല. വന്യമൃഗങ്ങൾ വനത്തിൽ നിൽക്കേണ്ടവരാണ്, വനത്തിലാണ് അവർ ജീവിക്കേണ്ടത്. അവരെ വനത്തിൽ നിർത്തുക, നാട്ടിലേക്ക് ഇറക്കാതിരിക്കാനുള്ള സംവിധാനം ചെയ്യുക ഗവൺമെന്റ്. ആനേൻ്റെ മാത്രമല്ല, കുരങ്ങ്, പുലി, പാമ്പ്, നല്ല വലിയ വലിയ പാമ്പ്, മലമ്പാമ്പ്, മൂർക്കൻ, അങ്ങനെ എല്ലാ വന്യമൃഗങ്ങളും ഇപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമം വേണമായിരിക്കും, മനസ്സുകൾ ഒരുങ്ങണമായിരിക്കും, ഭരണകൂടങ്ങൾ മനസ്സ് വയ്ക്കണമായിരിക്കും. ഒരു ഭരണന്മാർ വേറൊരു ഭരണന്മാർ, നമുക്കാരും കുറ്റപ്പെടുത്താനൊന്നുമില്ല, എങ്കിലും മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണമല്ലോ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടി പുത്തുമല എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. ഇന്ന് മെയ് 26-ാം തീയതി രാവിലെ അതിദാരുണമായൊരു സംഭവം ഉണ്ടായി. പുത്തുമല എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് മേപ്പാടിയിലേക്കും അതുപോലെ തന്നെ കൽപ്പറ്റയിലേക്കും ഒക്കെ ജോലിക്കായിട്ട് പോയിക്കൊണ്ടിരുന്ന ദമ്പതികളെ കാട്ടാന ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല അതിൽ ജെസ്സി എന്ന് പേരുള്ള 45 വയസ്സുള്ള ചേച്ചി മരണമടയുകയും ചെയ്തു. അതിദാരുണമായിരുന്നു മരണം. കാട്ടാന ബൈക്കിൽ നിന്ന് തുമ്പിക്കൈയിൽ പിടിച്ച് നിലത്തിട്ട് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിച്ചത്. ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആ ചേച്ചി കൊല്ലപ്പെടുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നിൽ തന്നെ ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ വണ്ടിക്കാർ കുറച്ച് ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് കാണിക്കാം. ഏതായാലും അതിദാരുണമായൊരു സംഭവമായിപ്പോയി. വീണ്ടും ഒരു ജീവൻ കൂടെ കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എത്ര ജീവനുകളാണ് ഈ ഒരു വർഷം പൊലിയുന്നത് എന്ന് നമുക്ക് കണക്ക് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കാണ്. ദിവസം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതുപോലത്തെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മൾ ആ ഒരു പ്രദേശത്തേക്ക് പോവാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അവിടെ ഒന്ന് നേരിട്ട് പോയി കണ്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് 900 കണ്ടി എന്ന് പറയുന്ന പ്രദേശത്തിനോട് തൊട്ട് ഇപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ്. ചൂരമലയ്ക്ക് പോകുന്ന റോഡാണ്. ഇവിടെയാണ് ഈ ഒരു സംഭവം ഇന്ന് രാവിലെ അരങ്ങേറിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ ഒരു ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടി ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. 900 കണ്ടി ഇവിടുന്ന് അധികം ദൂരമില്ലാത്ത ഒരു സ്ഥലത്താണ്. ഇവിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത്. ഈ സംഭവം പറഞ്ഞിട്ട് കാണാനായിട്ട് നിരവധി ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ ചേട്ടനും ചേച്ചി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹെൽമെറ്റ്, അതുപോലെ തന്നെ ആ ചേച്ചി തലയിലിട്ടുകൊണ്ടിരുന്ന തണുപ്പടിക്കാതിരിക്കാനിട്ടുകൊണ്ടിരുന്ന ക്യാപ്പൊക്കെ നമുക്ക് കാണാം കേട്ടോ. വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. ഏതായാലും എൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ബൈക്കിൽ ആന ചവിട്ടിയിട്ടുണ്ട്. ആന ചവിട്ടിയതിൻ്റെ പാടാണ് ഈ കാണുന്നത്. ആ ചെളി അടക്കമുണ്ട് വണ്ടിയിൽ. ഇവിടെയാണ് ഒരു സംഭവം നടന്നത്. കണ്ടോ, വണ്ടി സ്കിഡായതിൻ്റെയും അല്ലെങ്കിൽ റോട്ടിലിട്ട് ആന നിരക്കിയതിൻ്റെ ഒരു പാടൊക്കെ നമുക്ക് കാണാം. അവിടെ വെച്ചാണ് ഈ ഒരു സംഭവം. ചേച്ചിക്കിട്ട് ഇതുണ്ടോ, ചോരപ്പാടുകളൊക്കെ കിടക്കുന്നത് നമുക്കിവിടെ കാണാം കേട്ടോ. ഇവിടെയാണ് ആ ഒരു സ്കൂട്ടി ഇരിക്കുന്ന സ്ഥലത്തോടെയാണ് ആന ഇറങ്ങി ഈ ഒരു കാടിൻ്റെ പ്രദേശത്തേക്ക് പോയതെന്നാണ് പറയുന്നത്. ഇതിലാണ് ആന ഇറങ്ങി പോയതെന്ന് കേട്ടോ പറയുന്നത്. ഇതിലിറങ്ങിപ്പോയേ കൽപ്പാട് കാണാം കേട്ടോ.
ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആന ചവിട്ടിയ പാടുകളും ചവിട്ടി ഇതാക്കിയ പാടുകളൊക്കെ ഉണ്ട്. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയായിപ്പോയി. ഇന്ന് രാവിലെ 6:30 മണിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ജോലിക്കായിട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ജോലിക്ക് പോകുമ്പോഴാണ് ആ വണ്ടിയുടെ നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾ ഇപ്പോൾ ആ സ്കൂട്ടി കിടന്ന ആ സ്ഥലത്തുനിന്ന് ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രദേശമാണ്. ഇതിലിങ്ങനെ വന്നിട്ട് ഇതാ ഈ ഒരു പ്രദേശത്താണ് അവരുടെ വീടുള്ളത്. ഇവിടെ ഈ കാണുന്ന ആളുകളെല്ലാം അവരുടെ ബോഡി ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. 45 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു ജെസ്സി എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇവിടെയാണുള്ളത്. നമുക്ക് ഏതായാലും നമുക്ക് കാണാം. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് പുഷ്പ. നിങ്ങളൊക്കെ അയലോക്കക്കാരായിരിക്കും. ഇന്ന് രാവിലെ എത്ര മണിയായപ്പോൾ ഈ സംഭവം നടന്നത്? ഒരു 6:30 മണിയുണ്ടെന്ന് തോന്നുന്നു. അല്ല, അവർ ജോലിക്ക് പോയതായിരിക്കും അല്ലേ? അവർ ജോലിക്ക് പോയതാണ്. 6:30 മുന്നെയാണ് പോയതെന്ന് എല്ലാവരും 5:30 പറയുന്നുണ്ട്. ഇവിടെ ബസ് പോകുന്നത് 6 മണിക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ 6:30. ചേച്ചി എന്താ ജോലി ചെയ്യുന്നത്? അവള് ഹോട്ടലിൽ. എവിടെ? കൽപ്പറ്റയാ? കൽപ്പറ്റ അങ്ങനെ ഹോട്ടലാണ്. പിന്നെ ഭർത്താവിന് വന്നിട്ട് വിംസിൽ സെക്യൂരിറ്റി. ഇവിടെയൊക്കെ നിരന്തരം കാട്ടാനയുടെ പ്രശ്നമുണ്ടോ? ഓ, ദിവസമുണ്ട്. നമ്മളെ ഒക്കെ വീടിന്റെ പരിസരത്തൊക്കെ വരും. നമുക്ക് ആനേൻ്റെ മാത്രമല്ല, കുരങ്ങ്, പുലി, പാമ്പ്, നല്ല വലിയ വലിയ പാമ്പ്, മലമ്പാമ്പ്, മൂർക്കൻ, അങ്ങനെ എല്ലാ വന്യമൃഗങ്ങളും ഇപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതമൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. മഴ വരുമ്പോൾ ഇവിടെ നിൽക്കാനുള്ള ഒരു നിവൃത്തിയുമില്ല. ഓടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ജീവനും ഉണ്ടാവില്ല. യാദൃശ്ചികമായിട്ട് ഇവർ മുമ്പിൽ പെട്ടതായിരിക്കും. ഇന്ന് അങ്ങനെ അവതിൽ പെട്ടതാണ് തോന്നുന്നുണ്ട്. അതിന്റെ മുന്നിൽ ബസ് പോയിട്ടുണ്ട്. അപ്പം ഇത് ഈ അതിന്റെ തീറ്റ തിന്നിട്ട് താഴെ റോട്ടിലേക്ക് ഇറങ്ങിയതാണ്. ഫാദറിന്റെ പേരെങ്ങനെയായിരുന്നു? സണ്ണി എബ്രഹാം, മേപ്പാടി പള്ളി വികാരിയാണ്. ഇവിടെ ഭയങ്കര പ്രശ്നമല്ലേ കാട്ടാന പ്രശ്നം? നന്നായിട്ടുണ്ട്. ഇപ്പോൾ 19ാമത്തെ 20ാമത്തെ ആന ചവിട്ടിയുള്ള മരണം. ഇപ്പോൾ അത് 19-20. ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾ ഇതുകൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടല്ലോ. ഒരുപാട് ക്ലേശമുണ്ട്. ഒരു വന്യജീവി മനുഷ്യ പൊരുത്തക്കേടിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിയമം വേണമായിരിക്കും, മനസ്സുകൾ ഒരുങ്ങണമായിരിക്കും, ഭരണകൂടങ്ങൾ മനസ്സ് വയ്ക്കണമായിരിക്കും. ഒരു ഭരണന്മാർ വേറൊരു ഭരണന്മാർ, നമുക്കാരും കുറ്റപ്പെടുത്താനൊന്നുമില്ല. എങ്കിലും മനുഷ്യർക്കും ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണമല്ലോ. അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ ആരെ എവിടെ എന്നൊക്കെ ഉള്ളത് എല്ലാവരും ഒന്നിച്ച് ചിന്തിച്ച് നിയമവും പ്രവർത്തനവും കൂട്ടായ്മയും ഒക്കെ വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ. പക്ഷെ വിഷമമുണ്ട് സാധാരണക്കാർക്ക്. ഇപ്പം ജീവസന്ധാരണത്തിന് വേണ്ടി രാവിലെ 6:30 പോകുമ്പോൾ സ്കൂട്ടറിൽ നിന്ന് വലിച്ചിട്ട്, ഇതിപ്പോൾ ആദ്യമാണെന്നാണ് പറയുന്നത്, റോട്ടിലായിരുന്നു 2 ആന. ഭയങ്കര സങ്കടമായ അവസ്ഥയാണ്. 3 പെൺകുട്ടികളുള്ള 46 വയസ്സായ ഒരു യുവ കുടുംബിനിയാണ്. അപ്പം വളരെ ദാരുണമായ അവസ്ഥയാണ്. ഞാനവരെ വികാരിയച്ഛനാണ്. കാണുമ്പോൾ നമുക്ക് കണ്ണു നിറയും. പിന്നെ മുന്നോട്ടേക്ക് എങ്ങനെയാണെന്ന് എല്ലാവരും കൂടി മനസ്സ് വെച്ച് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അടിയന്തരമാണ്. നമ്മുടെ ഇടപെടലുണ്ട് ഉണ്ടാവണം. സംഭവ സ്ഥലത്ത് തന്നെ ആള് മരിച്ചു. 2 ആനയായിരുന്നു. ഒരാനയെ ഇവരെ നല്ലോണം ഉപദ്രവിച്ച് ഭർത്താവ് രക്ഷപ്പെട്ടു. ഇവർ ആ സ്പോട്ടിൽ വെച്ച് മരിച്ചു. എത്ര മണിയായപ്പോഴാണ്? രാവിലെ 6:30. അപ്പൊ തന്നെ അറിഞ്ഞായിരുന്നോ? അന്നേരം തന്നെ ഏകദേശം ഇവിടെയുള്ളവരൊക്കെ ഓടിയൊക്കെ എത്തും. പക്ഷെ അപ്പോഴേക്കും ലേഡി മരിച്ചു. ഹസ്ബൻഡിനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി.
അവരെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഇവര് എന്താന്ന് ചോദിച്ചാൽ എന്താ ചെറിയ സാധാരണ ജോലിയൊക്കെ ആയിട്ട് അദ്ദേഹം വിംസിലെ സെക്യൂരിറ്റി ആയിരുന്നു. പക്ഷെ രണ്ടുപേരും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കുടുംബമായിരുന്നു. എനിക്ക് പോലും ഒരു സാധു അവരവരുടെ കാര്യം നോക്കി അതേസമയം എല്ലാവരോടും നന്നായിട്ട് പെരുമാറി നമ്മൾ കണ്ണു നിറയും. കാരണം അത്രയും നല്ല സാധുക്കളാണ്, വെറും സാധുക്കൾ. അവരുടെ കുടുംബം അതേസമയം എല്ലാവരോടും നല്ല ബന്ധം. നിങ്ങളൊന്ന് ആൾക്കാരെ തന്നെ കണ്ടില്ല എന്ത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഭരണമൊക്കെ മാറി വന്നിരിക്കുന്നതാണ്. ഈ ഒരു വന്യജീവി സംഘർഷത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് സിദ്ദിഖ് സാറ് മന്ത്രി വയനാട്ടുകാരനാണ്, അല്ല വയനാട്ടിലെ MLA ആണ്. അദ്ദേഹം കുറച്ചുകൂടി ഇടപെടുന്ന ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്, ഞാൻ നേരിട്ട് കാണുക ഇടപെടുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം മനസ്സ് വെച്ചാൽ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്നൊന്നും തീരുന്നൊന്നുമല്ല. നമുക്കറിയാം ഇത് പ്രകൃതി മനുഷ്യന് അതിരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ഇല്ലാന്നൊന്നും ഞാൻ പറയുകയല്ല. പക്ഷെ മനസ്സ് വെച്ചാൽ കുറേയെങ്കിലും നമുക്ക് പരിഹരിക്കാം, കുറേയെങ്കിലും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ പട്ടിശല്യമുണ്ട് റോട്ടിൽ. പട്ടി പോയി പേപ്പട്ടിയായി, ഒരു പേപ്പട്ടി പോയി 5 പേരെ കടിക്കുകയാണ്. എന്ത് സുരക്ഷിതാവസ്ഥയാണ് അത് കേരളത്തിൽ? നമുക്ക് പറയാൻ പറ്റുമോ? അതും പേപ്പട്ടി, ആ 5 പേരുടെയും ജീവിതം കഴിഞ്ഞില്ലേ? അപ്പം നിയമവാഴ്ച കുറച്ചും കൂടി അത് എങ്ങനെയെന്ന് ചിന്തിച്ച് വരുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ ആനയെ പിടിക്കുന്ന കാര്യം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞ് കേട്ടില്ല. ഇടപെടലുകൾ ഉണ്ടാവും എനിക്കറിയാം. ഇപ്പം വനംവകുപ്പിനെ നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ഇപ്പം നിയമവാഴ്ച വേണം, അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കണം. എല്ലാവരും കൂടി കൂട്ടി ഇതിപ്പോൾ ആരും കരുതി ചെയ്യുന്നൊന്നും പറയുകയല്ല. പക്ഷെ അനാസ്ഥയും ഉപേക്ഷയുണ്ടെന്ന് ചോദിച്ചാൽ നേരത്തെയോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നതേ ഉള്ളൂ. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്കുള്ള നഷ്ടപരിഹാരം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രോമിസ് ഉണ്ട്. ഞങ്ങൾ രൂപതയിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കും. മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ജോലി പറഞ്ഞു. അതൊക്കെ നല്ല കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞ സിദ്ദിഖ് സാറിൻ്റെ നമ്മുടെ ഷിബു ബേബി ചാൻസലർ നല്ല ഇടപെടലുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അത് വലിയ കാര്യം. അതെന്താ പറയുക, ഒരു സാന്ത്വനമാണ് സത്യം പറഞ്ഞാൽ ഗവൺമെന്റിന്റെ. ഇവർക്ക് 3 മക്കളല്ലേ? 3 പെൺകുട്ടികൾ. ഒരു കുട്ടി ഇപ്പോൾ പ്രസവം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആരും എന്നോട് പറയായിരുന്നു, ഒരു മകളെ പ്രസവിച്ച് കിടക്കുമ്പോൾ ജോലിക്ക് പോകാൻ അത്രയും ഗത്യന്തരമില്ലാതെ അന്നത്തിന് വേണ്ടി ജോലിക്ക് പോകുന്ന ഭാര്യയും ഭർത്താവും കൂടെ. അപ്പോഴാണ് ഇത് കാണുന്നത്. രാവിലെ 6 മണി, വൈകുന്നേരം 6 മണി ആയില്ല, ആള് പോയില്ലേ. നമുക്കതിന് ഉത്തരങ്ങളില്ല. അതാണ് നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജേക്കബ്. ഇന്ന് രാവിലെ എത്ര മണിയായപ്പോഴായി സംഭവം നടന്നത്? 6:20 അല്ലേ? പുള്ളി ദിവസം രാവിലെ അവനും വൈഫും കൂടി ഒരു ദിവസം അവനെ ഇവിടെ ഈ വിംസ് ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ആയിട്ട് ജോലി. പുള്ളിക്കാരത്തി കൽപ്പറ്റയിൽ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദിവസം രാവിലെ അവർ ഇവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ ഈ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 1.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ അല്ലേ? കുറച്ച്. അപ്പോൾ ആന ഉണ്ടായിരുന്നു. ഒരു ആന വന്ന് ഒരു വായിക്ക് തട്ടി. റോട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. മഞ്ഞും ഉണ്ടായിരുന്നു, കാണുന്നില്ലായിരുന്നു. പെട്ടെന്ന് ചെന്നുപോയി. ആന അടിച്ച് വണ്ടി തട്ടിയിട്ടു. അപ്പോൾ അവൻ എഴുന്നേറ്റ് ഓടി. അവളെ എഴുന്നേക്ക് ഓടാൻ നിൽക്കുമ്പോഴത്തേക്ക് ആന തുമ്പി കൈ പിടിച്ചടിച്ചു. പരിക്ക് എന്തൊക്കെയായിരുന്നു? പരിക്ക് എന്താണെന്ന് അറിയില്ല. ശരിക്കും ആന ചുറ്റി പിടിച്ചിട്ട് അടിച്ചല്ലേ ആ രീതിയിൽ. സംഭവ സ്ഥലത്ത് തന്നെ അപ്പം തന്നെ മരിച്ചു. പിന്നെ നേരെ വിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് ഇൻക്വസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നേരെ ബത്തേരി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. എത്ര മണിയായപ്പോഴാണ് ഈ സംഭവമൊക്കെ പുറം ലോകം അറിഞ്ഞത്? ഇപ്പോൾ ഏതാണ്ടൊരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ പുറം ലോകം കൂടെ അറിഞ്ഞല്ലേ? എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമാണോ കൊണ്ടുപോയേ? അതിനുശേഷമാണ് നേരെ വീട്ടിലേക്ക് അവിടെ ഹോസ്പിറ്റലിലേക്ക് കുറച്ചു നേരം അവിടെ റോട്ടിൽ കിടന്നു. എല്ലാത്തൊരു അവസ്ഥയായിട്ട് ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കര തന്നെയാണ്. ഭയങ്കര ആണ്. അത് നമുക്ക് പറയാനുള്ളത്, വന്യമൃഗങ്ങൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച പോലെ തന്നെ അവരെ ദൈവം സൃഷ്ടിച്ച അവരുടെ ജീവനെ എടുക്കാൻ നമ്മൾ പറയുന്നില്ല. പക്ഷേ വന്യമൃഗങ്ങൾ വനത്തിൽ നിൽക്കേണ്ടവരാണ്. വനത്തിലാണ് അവർ ജീവിക്കേണ്ടത്. അവരെ വനത്തിൽ നിർത്തുക, നാട്ടിലേക്ക് ഇറക്കാതിരിക്കാനുള്ള സംവിധാനം ചെയ്യുക ഗവൺമെൻറ്. അതിന് വെറുതെ ഈ പറയുന്ന ഫെൻസിങ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവർ ആനയൊക്കെ വന്നിട്ട് വലിയ മരം കൊണ്ടുവന്നിട്ട് ഈ ഫെൻസിങ്ങിൻ്റെ പുറത്തോട്ട് ഒറ്റ ചവിട്ട് കൊടുത്താൽ ഇതങ്ങ് പോകും. അതാണ് ആന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ശാശ്വതമല്ല. മനുഷ്യർക്ക് അതൊരു തർക്കവുമല്ല. ആനയ്ക്ക് തർക്കമല്ല, ഒന്നുമല്ല. മനുഷ്യർക്ക് ശല്യമാണ്. ഈ കൃഷിയും ജീവനും അപകടമാണ്. ഈ പ്രദേശത്ത് നിരന്തരമായിട്ട് ഇങ്ങനെ ആളുകൾ ആനയുടെ മുമ്പിൽ പെടാറുണ്ടല്ലോ. ഇവിടെ വലിയ ശല്യം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ആനാലും ഇപ്പോൾ ഇവിടെ സംഭവം തുടങ്ങിക്കഴിഞ്ഞു. എല്ലായിടത്തും ആയിക്കഴിഞ്ഞു. ഇപ്പം എല്ലാ പ്രദേശത്തും ആനയുടെയും പുലിയുടെയും കടുവയുടെയൊക്കെ ശല്യം ആയിക്കഴിഞ്ഞു. അതിപ്പം എന്താണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന അറിയത്തില്ല. ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇറക്കി വിട്ടിട്ട് ഇത് മുഴുവൻ വനമാക്കാനാണോ എന്താണ് നമുക്ക് പറയാൻ മനസ്സിലാവും. പുതിയൊരു ഗവൺമെൻറ് വന്നേക്കുന്നത് ഇപ്പോൾ പ്രതീക്ഷയുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്നുള്ളത്? അത് പുതിയ ഗവൺമെൻറ് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ചോദിക്കുമ്പോൾ അവർ പറയും കേന്ദ്രമാണെന്ന് പറയും. കേന്ദ്രത്തോട് ചോദിക്കുമ്പോൾ പറയും കേരളമാണെന്ന് പറയും. രണ്ട് കുട്ടികളോട് ഒന്നിച്ച് ചോദിക്കാൻ നമുക്ക് സൗകര്യമില്ല. ചോദിച്ചാൽ അവർ പറയും യുവനാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അതാണ് അത് ചെയ്യേണ്ടത്.
ഈ വന്യമൃഗങ്ങൾ കാട്ടിൽ നിൽക്കുക. അതിനുള്ള എന്താണോ ചെയ്യേണ്ടത് ഗവൺമെൻറ് ചെയ്യണം. കാരണം അതിന് ഈ ഫെൻസിങ് അല്ല അതിന് ശരിക്കും വേണം. ശരിക്ക് പണ്ട് ഞങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശം എന്ന് വെച്ചാൽ കരിങ്കല്ല് കൊണ്ട് ഒരു 5-8 അടി പൊക്കത്തിൽ വലിയ മതിൽ കെട്ടുകയും അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഫെൻസിങ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. വീണ്ടും ജനങ്ങൾ ഇങ്ങനെ ഇരയായിക്കൊണ്ടിരിക്കും. ആ ചേച്ചി എന്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ആ ചേച്ചി ഒരു ഹോട്ടലിലായിരുന്നു. കിച്ചണിൽ വർക്ക് ചെയ്യായിരുന്നു. എവിടെ? കിച്ചണിൽ, ഹോട്ടലിൽ. കൽപ്പറ്റ. എന്തെങ്കിലും നഷ്ടപരിഹാരത്തിൻ്റെ കാര്യമൊക്കെ? നഷ്ടപരിഹാരം ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൃഷിമന്ത്രി, ഞങ്ങളുടെ MLA കൂടാണ്ട് തന്നെയുള്ള ഷാജിന് നല്ല പരിചയമാണ്. ഞങ്ങളുടെ എല്ലാവരും നല്ല പരിചയമാണ്. അപ്പോൾ അദ്ദേഹം വളരെ കാര്യമായിട്ട് കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. നല്ല സർക്കാർ ഇപ്പോൾ കൊടുക്കും. തന്നെ അല്ലാത്ത രീതിയിൽ അങ്ങേര് അതിന് ഇടപെടുകയും ചെയ്യുകയും ചെയ്യും. പിന്നെ ഞങ്ങളുടെ രൂപത, കോഴിക്കോട് രൂപത സാമ്പത്തിക സഹായം ചെയ്യും. ആ കുടുംബത്തിന് വേണ്ടി ചെയ്യും. പിന്നെ കുട്ടിക്ക് എൻ്റെ 3 പെൺകുട്ടികളാണ്. ഒരു മകളുടെ കുട്ടിക്ക് ജോലി സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഉണ്ടായ ആ ഇൻസിഡൻറ്റിൻ്റെ പരിഹാരമല്ല, ജീവൻ പോയില്ലല്ലോ. കാരണം അത് ഉണ്ടാവാതാണ് ഇത്രയും വേണ്ടത്. ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് ഉണ്ടാവാതിരിക്കാൻ ഗവൺമെൻറ് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം ഇവിടെ ഒരാൾ മരിച്ചിരുന്നു. അതെ. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡാണ് പുത്തുമല. കള്ളാടി മുതൽ ഇങ്ങോട്ട് ഭയങ്കരമായ ആനശല്യം, അതുപോലെ പുലി, വന്യമൃഗങ്ങൾ കൊണ്ട് ഉറുതിമുട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ വിശേഷിച്ച് വൈകുന്നേരങ്ങളിൽ ആയിക്കഴിഞ്ഞാൽ മേപ്പാടി ഭാഗത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരുപാട് പ്രയാസങ്ങൾ, അതുമായിട്ട് ഒട്ടനവധി മരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് വേണ്ടപ്പെട്ടവർ എന്തായാലും ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ വന്നതിന് ശേഷം ഈ കൂടിയിട്ടുണ്ടോ? ഉരുൾപൊട്ടിയതിന് ശേഷം വനങ്ങൾ കുറേ ഭാഗം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുള്ളിടത്തേക്ക് തീറ്റ എഴുതി വരികയാണ്. അത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ എവിടെയും എത്തിപ്പെടാനോ രോഗികൾക്ക് പോകാനൊന്നും പറ്റാത്ത അവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, വളരെ ദാരുണമായൊരു സംഭവമായിപ്പോയി അല്ലേ. അതിരാവിലെ ഒരുമിച്ച് ഒരു കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയ ആ ചേട്ടനും ചേച്ചി ഇന്ന് രാത്രി രണ്ടുപേരും 2 സ്ഥലത്തായി മാറിയിരിക്കുകയാണ്. ആ ചേച്ചി അന്തിനിദ്ര കൊള്ളുന്നത് ആ ഒരു സെമിത്തേരിയിലും ചേട്ടൻ ഒറ്റയ്ക്ക് വായിപ്പോയി. വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്. എത്ര ജീവനങ്ങൾ, എത്ര കുടുംബാംഗങ്ങൾ നഷ്ടപ്പെടുന്നു. എത്ര മക്കൾക്ക് അച്ഛനമ്മമാരെ നഷ്ടപ്പെടുന്നു. എത്ര അച്ഛനമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടുന്നു. വളരെ ഭീകരമാണ് കേട്ടോ. കാട്ടാന ശല്യം മൂലം, പ്രത്യേകിച്ച് വന്യമൃഗശല്യം മൂലം മനുഷ്യർ കൊല്ലപ്പെടുന്നത് ഇപ്പോൾ വർദ്ധിച്ച് വരികയാണ്. നമുക്കറിയാം, ദിവസം എന്ന് പറയുന്ന പോലെ നമ്മൾ TV-യിലും വാർത്തകളിലൊക്കെ ഒരു വാർത്തയെങ്കിലും ഇതിനെക്കുറിച്ച് ഇല്ലാത്തൊരു ദിവസങ്ങളില്ല. വളരെ ദയനീയമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ആളുകൾ മരിച്ചിട്ടും ഇതിനൊരു പോംവഴിയും അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരവും കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ എന്ന് പറയുന്നത്. എത്ര ജീവനുകൾ പോയിട്ടും എന്തുകൊണ്ടാണ് അധികാരികൾ ഇതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറഞ്ഞ് ആ ഒരു പരിഹാരം കണ്ടുപിടിക്കാത്തത്? എല്ലാ പ്രാവശ്യവും ഓരോ സംഭവം നടക്കുമ്പോഴും ശാശ്വത പരിഹാരം എന്ന് പറയുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആനമതിൽ പോലും ആന തകർക്കുന്നു, ഫെൻസിങ് ആന തകർക്കുന്നു. എല്ലാ തരത്തിലും ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ജീവിക്കുന്നത്. പല ആളുകളും കാട്ടാനയുടെ മുമ്പിൽ പെടുന്നതും അതുപോലെ തന്നെ തലനാരിലേക്ക് രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പലതൊന്നും പുറത്തു വരുന്നില്ല. ഞാൻ ആളുകളോട് ചോദിക്കുമ്പോൾ പലർക്കും ഇതുപോലത്തെ അനുഭവമുണ്ട്. പക്ഷേ പലർക്കും സംസാരിക്കാനായിട്ടൊരു മടിയും പേടിയൊക്കെയാണ്. ഏതായാലും വളരെ ദാരുണമാണ്. ആ ഒരു കുടുംബത്തിലെ കുടുംബനാഥ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു 45 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കേട്ടോ. നമ്മൾ ആലോചിച്ച് നോക്കണം, ചെറുപ്പമാണ്. ഇനി എത്ര നാളുകൾ ജീവിക്കേണ്ട, എത്ര ആളുകൾക്ക് ഉപകാരങ്ങൾ ചെയ്യേണ്ട ഒരാളാണ് നഷ്ടപ്പെട്ടതെന്നുള്ളത് കേട്ടോ. ഇതൊന്നും നാച്ചുറലായിട്ടുള്ള ഡെത്തല്ല. ഇതൊക്കെ മനുഷ്യർ തന്നെ വരുത്തി കൂട്ടുന്ന മരണമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അതൊന്നും നാച്ചുറൽ ഡെത്തുകളല്ല. അതൊന്നും പ്രകൃതിയുടെ ഒരു വരദാനം, പ്രകൃതിയുടെ ഒരു ഇടപെടലൊന്നുമല്ല. ഇതൊക്കെ മനുഷ്യരുടെ എന്താ പറയുക, പ്രായോഗികമല്ലാത്ത കുറേ പരിഷ്കാരങ്ങളും കുറേ പരിപാടികളും ഒക്കെ മൂലം ഉണ്ടായിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഏതായാലും ആ കുടുംബത്തിന് ആണ് നഷ്ടം. എന്തൊക്കെ നമ്മൾ
പ്രസംഗിച്ചാലും എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അവസാനം വരുമ്പോൾ ആ കുടുംബത്തിന് മാത്രമാണ് ആ നഷ്ടം വരുന്നത് കേട്ടോ. ഏതായാലും ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു പള്ളിയുടെ മുമ്പിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. എല്ലാവരും പോയി, ആളൊഴിഞ്ഞു. ആ ഒരു ആത്മാവ് അവിടെ ഒറ്റയ്ക്ക് മാത്രമേ കേട്ടോ. വളരെ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ. ഇനി എത്ര ജീവനുകൾ പോയാലാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് അറിയത്തില്ല. ഒത്തിരി ആളുകൾ വന്നിട്ട് ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ വീഡിയോയുടെ ഒക്കെ അടി വന്ന് ഇങ്ങനെ വളരെ മോശമായിട്ടൊക്കെ കമൻ്റ് ഇടുന്നത് കാണാം. അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്കൊക്കെ പറ്റുവാണെങ്കിൽ ഇവിടെയൊക്കെ വന്ന് നോക്ക്. ഇവിടുത്തെ ആളുകളുടെയൊക്കെ അവസ്ഥ, അല്ലെങ്കിൽ ഈ മനുഷ്യർ നേരിടുന്ന കാര്യം, നമ്മൾ പറയുന്നതൊക്കെ നുണയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ നേരിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഏതായാലും അവരോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം നമ്മൾ ഒന്നും കെട്ടിച്ചമച്ച അല്ലെങ്കിൽ കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു കാര്യം, ഒരു വാർത്തകളും നമ്മൾ ഇതിനകത്ത് കൊടുക്കാറില്ല. കൃത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ആ സ്ഥലത്ത് പോയി ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്ത് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും താങ്ക് യു.